ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു 26 പാനൽ അനാർക്കലി ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്കിത് പഞ്ചാബിൽ നിന്നുള്ളൊരു ഓർഡറായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിത് ഒരു ഫേക്ക് ഓർഡറാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരാറുണ്ട്, അവർക്ക് ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കാനർ അയക്കാൻ പറയും. നമ്മൾ സ്കാനർ അയച്ചു കഴിഞ്ഞാൽ അവർ സ്ക്രീൻഷോട്ട് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കും. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് മെസ്സേജ് ചെയ്താൽ അതിനൊരു റീപ്ലൈ ഉണ്ടാവില്ല. ഇന്ന് ഈ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കസ്റ്റമർ മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പഞ്ചാബിൽ നിന്നാന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അവരെന്നെ കോണ്ടാക്ട് ചെയ്തു, പിന്നെ അങ്ങനെ ജെന്യുവൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആൾക്ക് 26 പാനൽ അനാർക്കലിയാണ് വേണ്ടത്. അവർക്ക് ഈ ഒരു കളറിലാണ് വേണ്ടിയിരുന്നത്. അതുപോലെ ആൾക്ക് ഈ ചൂട് തീരെ പറ്റാത്തൊരു ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കോട്ടൺ ലൈനിങ് മതി. നമ്മൾ നോർമലി ക്രേപ്പ് ലൈനിങ് ആണ് ഈ ഒരുവിധം എല്ലാ ഡ്രസ്സിനും നമ്മൾ ക്രേപ്പ് ലൈനിങ് തന്നെയാണ് കൊടുക്കാറ്. അതുകൊണ്ട് നമ്മൾ ആ ലൈനിങ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഒരു 26 പാനലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ക്ലോത്ത് എന്ന് വെച്ചാൽ 11 മീറ്ററാണ്. 11 മീറ്ററിൽ ഇത് സെറ്റായിരുന്നു. അപ്പോൾ ഇതിൽ ദുപ്പട്ടയും അതുപോലെ ബോട്ടം എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ടോപ്പിന് മാത്രം നമുക്കൊരു 6.5 മീറ്റർ മെറ്റീരിയൽ വേണ്ടി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് എന്നൊക്കെ നോക്കാം. നമ്മൾ 26 പാനൽ അനാർക്കലിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും അനാർക്കലി പാനലിൽ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ ഇതിൽ ഇയാളുടെ ചെസ്റ്റ് വരുന്നത് 36 ഇഞ്ചാണ്. അതിനുകൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസും അതുപോലെ 4 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 36 ഇഞ്ചിൻ്റെ കൂടെ ഈ ലൂസും സീം അലവൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 44 ഇഞ്ചാണ്. ആ 44 ഇഞ്ചിനെ നമ്മൾ നമ്പർ ഓഫ് പാനൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എല്ലാ ഒരു പാനലിൻ്റെ കണക്കിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ലൂസ് കൊടുക്കുന്നത് വേണമെങ്കിൽ 2 or 3 നമ്മുടെ ഇഷ്ടത്തിന് ലൂസ് കൊടുക്കാം. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് 3 ഇഞ്ച് ലൂസ് കൊടുത്താലാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 26 ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൽ 4 ഇഞ്ച് ലൂസ് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ 26 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 1.69 ആണ്. അതായത് നമ്മുടെ പാനലിൻ്റെ മുകൾ വശം 1.69ഉം അതുപോലെ താഴ്വശം അതിൻ്റെ നമ്മൾ 4 മടങ്ങോ അല്ലെങ്കിൽ 3 മടങ്ങോ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ 4 മടങ്ങ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ആൻസർ 6.7 എന്നാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിടുമ്പോൾ, അതായത് നമ്മൾ ഫസ്റ്റത്തെ പീസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് കട്ട് ചെയ്യാറ്. അപ്പോൾ 1.69 എന്ന് പറയുമ്പോൾ അതൊരു 2 ഇഞ്ച് പോലും ഇല്ല. അതായത് ഒരു സൈഡിൽ 1 ഇഞ്ച് പോലും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ 2 ആക്കിയിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ആ പാനലിൽ നമ്മൾ 2 ആയിട്ട് റൗണ്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ 4 മടങ്ങ് താഴത്തേക്കായിട്ട് എടുക്കണം. അപ്പോൾ 2 × 4 = 8 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ താഴത്തെ വിഡ്ത്തായിട്ട് ഇതിലെടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫ്ലെയർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫാബ്രിക്കിൻ്റെ കൺഫ്യൂഷൻസ് എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ആൾക്ക് വേണ്ട ലെങ്ത്ത്, എത്ര ലെങ്ത്തിലാണ് ഈ ആൾക്ക് ഈ ഒരു ഡ്രസ്സ് വേണ്ടതെന്നുള്ളതാണ് ലെങ്ത്ത്. എന്നിട്ട് നമ്മൾ ആ ലെങ്ത്തിൻ്റെ 4 മടങ്ങ്, അപ്പോൾ ലെങ്ത്ത് × 4 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 50 ഇഞ്ച് ലെങ്ത്തിലാണ് ആൾക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 200 ആണ്. 200/39 എന്ന് വെച്ചാൽ 1 മീറ്റർ എന്ന് വെച്ചാൽ 39 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 5.12 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതിൽ നമുക്കിനി സ്ലീവ് ഇല്ലാതെ ടോപ്പിൻ്റെ മാത്രം പാനൽസിൻ്റെ മാത്രമാണ് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് 1 മീറ്ററും കൂടി എക്സ്ട്രാ ഫാബ്രിക് എടുക്കണം. അതായത് ഒരു 6.5 മീറ്ററെങ്കിലും ഫാബ്രിക് നമുക്ക് ടോപ്പിന് മാത്രം ഇതിന് വേണം. അത് ആളുടെ ചെസ്റ്റ് അളവിനനുസരിച്ചിട്ട് ഇത് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇത് 36 ഇഞ്ചിലുള്ള ചെസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ 4 പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. എല്ലാ വീഡിയോസിലും എനിക്കിത് ഈ ഒരു പോർഷൻ മിസ്സാവാറുണ്ട്. പലർക്കും സംശയമാണ് എങ്ങനെയാണ് ക്ലോത്ത് മടക്കിയിടുന്നത് എന്നുള്ളത്. ഇതുപോലെ നോർമലി നമ്മൾ സൽവാറൊക്കെ കട്ട് ചെയ്യാൻ മടക്കുന്ന പോലെ 4 പീസായിട്ട് ഇപ്പോൾ കണ്ട 2 താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും 2 ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം
ഇത് 4 പീസായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ എടുക്കുന്നത്. അതായത് മൊത്തം ഇതിപ്പോൾ 2 ഭാഗവും കട്ട് ചെയ്തിട്ട് നമുക്ക് ഞാൻ കറക്റ്റായിട്ട് ഇത് കാണിച്ചു തരാം. ഞാൻ അതിൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാ 1, അതുപോലെ 2, 3, 4 അങ്ങനെ 4 പീസ് ഫോൾഡ് ചെയ്തിട്ടുള്ള 4 പീസ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടണത് 8 പീസാണ്. നമ്മളിത് നേരെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടണത്. പക്ഷെ നമ്മളിതെല്ലാം എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഫോൾഡ് ചെയ്തിട്ടിട്ടാണ്. ഫോൾഡ് ചെയ്ത് ആ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ മാത്രം ഫോൾഡ് ചെയ്തിട്ടുള്ളത് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നിവർത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. മുകളിൽ ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളിത് ജോയിൻ ചെയ്യുമ്പോൾ ഇനി കുറേ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് 2.5 ഇഞ്ച് മുകളിൽ 15 ഇഞ്ച് വരെ അതായത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് വരെ നമ്മൾ ആ കറക്റ്റ് മെഷർമെൻ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.5 ആണോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 3 ആണ് കിട്ടിയെങ്കിൽ ആ 3 ഇഞ്ച് നമ്മൾ 15 ഇഞ്ച് വരെ നമ്മൾ ആ ഒരു 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്ത് നമ്മളിത് ഫസ്റ്റത്തെ പീസ് ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ശരിക്കും 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 4 ഇഞ്ചോ അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തെ ആ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ആകെ 4 പീസേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ 4ആയിട്ടാണല്ലോ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് 4 പീസേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തെടുത്തതിന് ഒരു പീസ് എടുത്തിട്ട് ബാക്കിയുള്ള ക്ലോത്തിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് അപ്പോൾ ഒരു പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ തന്നെ നമുക്ക് 2 പോർഷൻസും കൂടി കട്ട് ചെയ്തെടുക്കണം. അതായത് ഇത് നിവർത്തിയിട്ടിട്ടാകുമ്പോൾ 8 പീസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ട് കട്ട് ചെയ്ത കാരണം നമുക്ക് കിട്ടിയത് 4 പീസാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റേ പാനൽസിൻ്റെ കട്ടിങ്ങിലൊക്കെ കാണിച്ച പോലെ തന്നെ നമ്മൾ നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പോർഷൻസും കൂടി കട്ട് ചെയ്തെടുക്കാം. മൊത്തത്തിൽ നമുക്ക് 8 എന്ന് പറയുമ്പോൾ 8 × 3 വരുമ്പോൾ തന്നെ നമുക്ക് 24 ആയി. നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത 4 പീസ് കൂടാതെ നമുക്ക് 24 പാനൽസ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്താൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് 28 പാനൽസ് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ക്ലോത്ത് മാറ്റിയിട്ടിട്ട് ബാക്കിയുള്ള 2 പാനൽ കട്ട് ചെയ്യണമെന്നില്ല. ഞാൻ പിന്നെ കട്ട് ചെയ്തപ്പോൾ പിന്നെ ഒരുമിച്ച് അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഈ 4 ഫോൾഡിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള പാനൽ കിട്ടാതെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ടും അതുപോലെ ലെങ്ത്തും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ക്ലോത്ത് എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 44 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഇത്രയും ക്ലോത്തിൽ ഒരിക്കലും ഇതാവില്ല. അതുകൊണ്ടാണ് നമുക്ക് സൈസ് കൂടുമ്പോൾ റേറ്റ് കൂടുന്നതിൻ്റെ കാര്യം അതാണ്. പക്ഷെ ചിലർ ഈ ഒരു 200 അങ്ങനെയൊക്കെ നമ്മൾ എക്സ്ട്രാ പറയുമ്പോൾ അത് അവർക്ക് അയ്യോ ഫസ്റ്റ് ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഫസ്റ്റ് ഇങ്ങനെ പറയുക നമ്മുടെ സൈസിനനുസരിച്ചിട്ടാണ് നമുക്ക് റേറ്റ് വരിക. ഇപ്പോൾ ഈ ഒരു 36ൻ്റെ ക്ലോത്ത് അല്ല നമുക്ക് ഇപ്പോൾ 44 അല്ലെങ്കിൽ 46 അല്ലെങ്കിൽ എക്സ്ട്രാ വരുമ്പോൾ വരുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് എടുക്കുക ക്ലോത്ത്. ലെങ്ത്തും അതുപോലെ ചെസ്റ്റ് സൈസും കൂടി നോക്കിയിട്ട് വേണം എല്ലാവരും ക്ലോത്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു മീറ്റർ എക്സ്ട്രാ വന്നാലും കുഴപ്പമില്ല. നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ ക്ലോത്ത് വാങ്ങിയിട്ട് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് തികയാതെ വന്നാൽ പിന്നെ നമ്മൾ ചെല്ലുമ്പം ചിലപ്പോൾ ഈ ക്ലോത്ത് അവിടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും മെറ്റീരിയൽ എടുക്കുമ്പോൾ 1 മീറ്ററൊക്കെ എക്സ്ട്രാ എടുക്കും എപ്പോഴും. കാരണം വെച്ചാൽ കുറഞ്ഞ് വന്നാൽ പിന്നെ വേറെ നമ്മുടെ സ്വന്തമാണെങ്കിൽ പിന്നെ നമുക്ക് ചൂട്ടിയിട്ട് അടച്ചാലും കുഴപ്പമില്ല. പക്ഷെ മറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ചെയ്യുക. പിന്നെ ഇതുപോലെ എന്നിട്ട് പാൻസൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു കസ്റ്റമർ എന്ന് വെച്ചാൽ ആൾ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്. ആൾക്ക് ഇതുപോലെ 50 ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞതാണ്. ശരിക്കും ആളുടെ ഹൈറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല, അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ആൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുന്നേ ആൾ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരികയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ബോട്ടം തയ്ക്കേണ്ട, അതിൻ്റെ ക്ലോത്ത് അവർക്ക് 2.5 മീറ്റർ ക്ലോത്തായിട്ട് വെച്ചാൽ മതി. ആൾക്ക് 60 അല്ലെങ്കിൽ 70 ഇഞ്ച് ലെങ്ത്ത് വേണം ബോട്ടത്തിന് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് അത് സ്റ്റിച്ച് ചെയ്യേണ്ട, അത് അവരവിടെ ചെയ്യിപ്പിച്ചോളാം, ഈ ക്ലോത്ത് മാത്രമായിട്ട് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബോട്ടം ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൾക്കിത് മാത്രം മതി. ആൾ ഓൾറെഡി ഏതോ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്കതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഓർഡർ ചെയ്തിട്ട് ആ പേജിൻ്റെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ആ ഡ്രസ്സ് ഇട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു.
പിന്നെ ഇവരെന്തോ പിന്നെ അവർക്ക് സ്റ്റിച്ചിങ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ലോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ശരിക്കും ഞാനും കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ നെക്കൊന്നും നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കാതെ നോർമലി ഇങ്ങനെ മെറ്റീരിയൽ തന്നെ വെച്ച് മറിച്ചടിക്കണം, ആ ലൈനിങ് വെച്ചിട്ട് തിരിച്ചടിക്കണ പോലെയാണ് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ അവർക്ക് അതൊരു ഫിനിഷിംഗ് ഒന്നും ഇഷ്ടപ്പെടാതെയാണ് ഇപ്പോൾ നമ്മളെ പേജിൽ എന്തോ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു തൃശ്ശൂർ ഇരുന്നിട്ട് പഞ്ചാബിലേക്ക് നമുക്ക് ഒരു ഓർഡർ വരിക സത്യത്തിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ എത്രയോ പേജസ് ഉണ്ട്, എത്രയോ ബൊട്ടിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ളത് നമുക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇതുപോലെ ചെയ്യുന്നവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഇപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് ഞാൻ യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ ഇൻസ്റ്റയിൽ കറക്റ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒന്നും പറ്റിയില്ല ഞാൻ സ്റ്റോറിയെങ്കിലും ഇടാറുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഏതെങ്കിലും വീഡിയോ റീച്ചായിട്ട് നമുക്കിതുപോലെ ഓർഡേഴ്സൊക്കെ വരും. പിന്നെ ഈ പാനൽ കട്ടിൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പട്ടിപ്പണിയെന്ന് തന്നെ പറയാം. ഈ പാനൽ കട്ടിൻ്റെ പണിയെന്ന് വെച്ചാൽ അത്രയും പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് ഈ റേറ്റും കൂടുതൽ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജാണ്, നല്ല സ്റ്റിച്ചിങ് ചാർജ് ഉണ്ട്. എനിക്കിതിൻ്റെ കറക്റ്റ് സ്റ്റിച്ചിങ് ചാർജ് അറിയില്ലായിരുന്നു. എനിക്കൊരു ടൈമിൽ സമയമില്ലാത്ത കാരണം ഞാൻ ഒരാളെ അടുത്ത് ഏൽപ്പിച്ചു. നമ്മളെടുത്ത് നിന്ന് റേറ്റ് വാങ്ങിയപ്പോഴാണ് ഞാൻ വാങ്ങിക്കുന്ന പൈസ കുറവാണ് എന്നുള്ളതായത്. ഓൾറെഡി നമ്മൾ ഈ ഒരു റേറ്റ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കൂടുതൽ പറയാനും പറ്റുക. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 500 എടുത്ത് എക്സ്ട്രാ വെച്ച് കൊടുത്ത്. സത്യം പറഞ്ഞാൽ ആ ഒരു വർക്കിൽ എനിക്കാകെ 500 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2 ഡ്രസ്സ് ചെയ്തിട്ട് അതിൽ ഒരു ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് പൈസ കൊടുക്കാനും. അതാണെങ്കിൽ ഞാൻ ഒരു 4-5 വട്ടം അവർക്ക് വേണ്ടി മാത്രം ഷോപ്പിൽ പോയിട്ടുണ്ട്. ഷോപ്പിൽ പോയ ആ ഒരു എന്താ പറയുക, ട്രാവലിംഗ് എക്സ്പെൻസ് പോലും എനിക്ക് ആ ഒരു വർക്കിൽ മീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ പുറത്ത് കൊടുത്തിട്ട് ശരിക്കും നമ്മുടെ വർക്കിന് ഇത്രയും റേറ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് തിരിച്ചറിയണത് അപ്പോഴായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയത്. നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയില്ല ഇതിന് എത്ര റേറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ആരെല്ലാം അയക്കും, എന്നിട്ട് ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്കാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, ഏകദേശം സ്റ്റിച്ചിങ് ചാർജ്, അങ്ങനെ ഒരു കണക്കൂട്ടിയിട്ട് നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ശരിക്കും കുറേ പേജസിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പൈസയൊക്കെ ഭയങ്കര കുറവാണെന്ന് മനസ്സിലാവണം. ഇപ്പം നമ്മൾ ലൈനിങ് ക്ലോത്തിൽ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഷോൾഡറും ആം ഹോളും ചെസ്റ്റ് റൗണ്ടും ഒക്കെ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ആക്ച്വൽ മെഷർമെൻറ്റ് കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിത് കോട്ടൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ വിഡ്ത്ത് കുറവാണ് ഈ ലൈനിങ്ങിന് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻഡിലായിട്ട്, അതായത് അടിഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഫ്ലെയർ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിലും പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതുപോലെ നമുക്ക് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ 4 സൈഡിലും നമുക്ക് ഓരോ പീസസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആ ഒരു ഫ്ലെയർ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ പാനൽസൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ നെക്ക് ഫിനിഷ് ചെയ്യുക, 2 സ്ലീവ്സും ജോയിൻ ചെയ്യുക. ബാക്കിയൊക്കെ സെയിം തന്നെ. പിന്നെ ഇനി ഇതിൽ അടുത്തതായിട്ട് വന്നിട്ടുള്ളൊരു ഡൗട്ടാണ് ഇതിൻ്റെ അടിഭാഗം എങ്ങനെയാണ്. അടിഭാഗം നമ്മൾ ഒരു പട്ട പോലെ വെച്ചിട്ട് മറിച്ച് കൊടുക്കുകയാണ്. ശരിക്കും ഇത് അംബ്രല്ല കട്ട് പോലെ തന്നെയാണ്. അതിൻ്റെ അടിയിൽ വെക്കുമ്പോൾ നമുക്കറിയാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിൽ എന്താ ചെയ്യണം, ക്രോസ് പീസ് വെച്ച് മറിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ്, എനിക്ക് തോന്നുന്നത് ക്രോസ് പീസ് വയ്ക്കുമ്പോൾ നമുക്ക് അത് തെറ്റിപ്പോയാലൊക്കെ ശരിക്കും ഫോൾഡ് ചെയ്ത് മടങ്ങി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചില സമയത്ത് നല്ല പണി കിട്ടും അത് ആ പീസ് വെച്ച് മറിച്ചെടുക്കൽ. അപ്പോൾ ഞാൻ വേറൊരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 42 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് ആയിരിക്കും നമ്മളടുത്ത് ഉണ്ടാവുക. ആ ക്ലോത്ത് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. ബാക്ക് വശവും ഫ്രണ്ട് വശവും നമുക്ക് ഒരുപോലെ വേണം. അപ്പോൾ നമുക്ക് ഒറ്റ പീസിൽ നമുക്ക് കിട്ടാൻ വെച്ചാൽ നേരെ കിട്ടേണ്ടി വരും. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ടോപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഈ വീഡിയോൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ ഇതുപോലെ ആ ക്ലോത്തിൽ വെച്ച് കൊടുത്തിട്ട് അടിഭാഗം സെയിം അളവിൽ കട്ട് ചെയ്യുക. മുകളിൽ നമുക്ക് എത്ര വീതിയിലാണ് വേണ്ടത്
അത് നമ്മൾ ഈ അടിഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് വേണ്ട വീതിക്ക് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 4 ഇഞ്ച് വീതിയിലാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തുള്ളത്. ആ ടോപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ, ടോപ്പിൻ്റെ അടിഭാഗത്ത് ആ ഒരു ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ആദ്യം അടിഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലോട്ട് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയണിങ് ആണ്. അയൺ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതും ഒക്കെ നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വരും. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഷേപ്പ് വരും. ഇനിയൊരു വീഡിയോയിൽ എന്തായാലും ഞാനത് കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഞാനത് മുന്നത്തൊരു വീഡിയോ എടുത്തപ്പോൾ ഞാനത് എടുത്തു വെച്ചു. അപ്പോഴും അതിൽ ആ കട്ട് ചെയ്യുന്ന പോർഷൻ നമുക്ക് മിസ്സായിട്ടുണ്ട്. ബാക്കിയുള്ള ബാലൻസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ നോക്കിയപ്പോൾ അതിലും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് വീഡിയോ ഇടാത്തത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇല്ലാണ്ട് ചെയ്യുമ്പോൾ ചിലർ പറയുന്നുണ്ട് എന്തോ കുറവ് പോലെ എന്തോ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ യൂട്യൂബിൽ ആ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും യൂട്യൂബിൽ വീഡിയോ കാണാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. സത്യത്തിൽ എനിക്ക് അവിടുന്ന് ഈ വീഡിയോ കാണാനുള്ള ആ ഒരു ഇതിലേക്ക് ഇപ്പോഴാണ് എത്തിയിട്ടുള്ളൂ. ഈ ഒരു വർക്കൊക്കെ കിട്ടിക്കൊടുത്ത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ വീഡിയോ റീച്ചായതിനു ശേഷമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.